സെവൻത് ക്വസ്റ്റ്യൻ ആട്ടോ. സെവൻത് ക്വസ്റ്റ്യനിൽ വരുന്നത് examine the compounds given below and identify the isomeric pairs. തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിൽ ഏതാണ് ഐസോമെറിക് പേഴ്സ് വരുന്നത്? എ ആൻഡ് ഡി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മെത്തോക്സി പ്രൊപ്പൈൻ. ഓക്കെ, മെത്തോക്സി പ്രൊപ്പൈൻ എന്ന് പറയുമ്പോൾ CH3O CH2 CH2 CH3. ഓക്കെ, ആൻഡ് അതുമായിട്ട് മാച്ച് ചെയ്ത് വരുന്നത് എത്തോക്സി പ്രൊപ്പൈൻ ആണ്. അത് നമുക്ക് എഴുതി നോക്കാം. CH3 CH2 O CH2 CH3. ഫസ്റ്റ് കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല 4 carbon 10 hydrogen and 1 oxygen. ഓക്കെ, സെക്കൻഡ് കാർബൺ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല 4 കാർബൺ 10 ഹൈഡ്രജൻ ആൻഡ് 1 ഓക്സിജൻ. അപ്പൊ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഇതിന്റെ ആൽക്കൈൽ ഗ്രൂപ്പ് ഈതറിന് അപ്പുറം ഇപ്പുറമുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പൊ ഇത് രണ്ടും പെയർസ് ആണ്. ആൻഡ് സെക്കൻഡ് വൺ പ്രൊപ്പൻ 1 ഓൾ ആൻഡ് പ്രൊപ്പൻ 2 ഓൾ. നമുക്കൊന്ന് സ്ട്രക്ചർ വെച്ച് നോക്കാം. പ്രൊപ്പൈൻ വരുമ്പോൾ 3 കാർബൺ ആറ്റംസ്, CH3 CH2. ഫസ്റ്റ് പൊസിഷനിൽ എന്ത് വരുന്നുണ്ട്? OH ഗ്രൂപ്പ് വരുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് പൊസിഷനിലാണ് OH ഗ്രൂപ്പ് വരാം. CH3 CH2 CH OH CH3. ഓക്കെ, ഇനി എന്റെ മോളിക്കുലർ ഫോർമുല എഴുതി വെക്കാം. 1 2 3 കാർബൺ ആറ്റംസ്, 5 7 8 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 1 ഓക്സിജൻ ആറ്റം. സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിലോ 3 കാർബൺ 6. ഇവിടെ വരത്തുള്ളൂ കേട്ടോ, നമുക്ക് ഈ കോമ്പൗണ്ട് സ്ട്രക്ചർ വരച്ച് തെറ്റിപ്പോയി. 3 കാർബൺ ആറ്റംസേ വരുന്നുള്ളൂ. CH3 CH OH CH3. ഓക്കെ, ഇതിന്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെ വരും? 3 കാർബൺ ആറ്റംസ്, 4 5 8 ഹൈഡ്രജൻ ആറ്റംസും 1 ഓക്സിജൻ ആറ്റംസും. സോറി കേട്ടോ, ഈ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ മാറിപ്പോയതാണ്. 4 കാർബൺ നമ്മൾ അറ്റാച്ച് ചെയ്തു, 3 കാർബണേ വരുന്നുള്ളൂ. സെക്കൻഡ് പൊസിഷൻ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരുന്നുണ്ട്. ഇതാണ് കറക്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് രണ്ടും. ഇനി അടുത്തൊരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. നമുക്ക് ബ്യൂട്ടൈൻ ആണ് സ്ട്രക്ചർ. ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് 4 കാർബൺ ആറ്റംസില് രണ്ടാമത്തെയും മൂന്നാമത്തെയും പൊസിഷനില് മീഥൈൽ ഗ്രൂപ്പ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും പൊസിഷനില് ഏത് ഗ്രൂപ്പ് വരുന്നുണ്ട്? മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് ആൻഡ് തേർഡ്. ബാക്കി നമുക്ക് അറ്റാച്ച് ചെയ്യാം. CH3 CH CH CH3. ഓക്കെ, ഇനിയുള്ള ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഹെക്സൈൻ. ഹെക്സൈൻ എന്ന് പറയുമ്പോൾ 7 കാർബൺ ആറ്റംസ് വരുന്നുണ്ട് അല്ലെ. സോറി, എക്സ് എന്ന് പറയുമ്പോൾ 6 ആണേ. അപ്പൊ ഇങ്ങനെ വരും നമ്മുടെ കോമ്പൗണ്ട്. CH3 CH2 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 4 CH2 CH3. 6 കാർബൺ ആറ്റം. നമുക്ക് മോളിക്കുലർ ഫോർമുല എഴുതി നോക്കാം. 6 കാർബൺ ആറ്റംസ്, 5 7 10 H40. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് കാർബൺ ആറ്റംസ് നോക്കാം. 6 കാർബൺ, 1 2 3 4 5 and 6. 1 2 3 4 5 and 6 കാർബൺ ആറ്റംസ്. എത്ര ഹൈഡ്രജൻ ആറ്റംസ് വരുന്നത് നോക്കാം. 3 4 5 8 11 14 ഹൈഡ്രജൻ. അപ്പൊ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ളതും മറ്റത് എന്തുമാണ്? ബ്രാഞ്ചും ആണ്. അപ്പൊ ഏതൊക്കെ പേയേഴ്സ് ആണ്? A and D, C and F. അതിന്റെ അടുത്ത പേരെന്ന് പറയുന്നത് B and F. ഇതൊക്കെയാണ് 3 pairs of isomers. അപ്പൊ ഈ ചാപ്റ്റർ തീർന്നേക്കാണ്. നിങ്ങൾ കറക്റ്റ് അതിന്റെ റൂൾസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് നമുക്ക് സ്ട്രക്ചറും മോളിക്കുലർ ഫോർമുലയൊക്കെ എഴുതാൻ പറ്റുന്നതായിരിക്കും.